അസ്സലാമലൈക്കും. ഞാൻ ഇവിടെ ഒരു അത്യാവശ്യ കാര്യം പറയണത്. കൊച്ചു പിള്ളേരാകുമ്പോൾ തന്നെ മൊബൈൽ കൊടുക്കുന്നത് ദോഷമാണ് അവർക്ക്. അവരെ തലക്ക് കേട്, ശരീരത്തിന് റേഡിയേഷൻ ഉണ്ടാവും എന്നാണ് പറയണത്. നമ്മളെ തന്നെ തലങ്ങളിലെ ചോട്ടിൽ മൊബൈൽ വെച്ചാൽ റേഡിയേഷൻ ഉണ്ടാവും എന്നാണ് പറയണത്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുത്, കുഞ്ഞു പിള്ളേർക്ക് നമ്മൾ കൊടുക്കാൻ പാടില്ല, കൊടുത്ത് ശീലിക്കരുത്. പിന്നെ കൂടാതെ 10 വയസ്സ് കഴിഞ്ഞാൽ പെൺപിള്ളേർക്കും ആൺപിള്ളേർക്കും മൊബൈൽ കൊടുക്കാതിരിക്കണം നല്ലത്. മൊബൈൽ കൊടുക്കരുത്. 10 വയസ്സ് ഒരു 10 കെട്ടിക്കണ വരെ പെൺപിള്ളേർക്ക് മൊബൈൽ കൊടുക്കരുത്. നമ്മൾ അന്വേഷിച്ച് അവർക്ക് ഇഷ്ടമായിട്ട് തന്നെ ഇപ്പോൾ അവരെ ഇഷ്ടം നടക്കൂ. ആണായാലും പെണ്ണായാലും ഇപ്പോൾ അവരെ ഇഷ്ടമാണ് നടക്കുന്നത്. പക്ഷേ ഈ മൊബൈൽ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ, അത് കാന്തം പോലെയാണത്, കാന്തം പോലെ. അപ്പോൾ അത് കൊടുക്കരുത്. മറ്റുള്ളവരെ വിളിച്ച് തന്തയും തള്ളയും വളർത്തിണ്ടാക്കി, കഷ്ടപ്പെട്ട് വളർത്തിണ്ടാക്കിയിട്ട് ഈ ഫോൺ കയ്യിൽ കൊടുത്തിട്ട് അവർക്ക് ഇഷ്ടമുള്ളവരെ വിളിക്കുക, പോവുക, വരിക, എടുക്കുക, തോന്നിയവാസം പോവുക, എടുക്കുക, ഒരു ടൂറ് പോവുക, ബസ്സിൽ യാത്ര ചെയ്യുക, സ്കൂട്ടറിൻ്റെ പുറകിലിരുന്ന് പോവുക. അതുകൊണ്ട് അപകടം വരിക. ടെൻഷൻ കയറി ചിലപ്പോൾ ആരെങ്കിലും അറിയുള്ളവരായിരിക്കും പോണത്. ടെൻഷൻ കയറി ഇവൻ്റെ കൈ വിറയ്ക്കും, പിടിവിട്ട് പോവും. അങ്ങനെ സംഭവിക്കും. ടെൻഷൻ കയറി പോകുമ്പോൾ മറ്റുള്ള വണ്ടി പോയി നോട്ടം കണ്ണൊന്നും കാണത്തില്ല, ഇടിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? കെട്ടിക്കണ വരെ ഫോൺ കൊടുക്കാൻ പാടില്ല. വീട്ടിൽ വല്ല പഠിക്കാനോ ഓൺലൈനിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെ സൂക്ഷിച്ച് അപ്പം തന്നെ മേടിച്ച് വെക്കുക. ഫോൺ ചെക്ക് ചെയ്യുക, ഫോണ് ചെക്ക് ചെയ്യുക. ഇതാർക്കാ വിളിച്ചത്, എന്താണെന്നുള്ളത് നോക്കുക. ഫോൺ ചെക്ക് ചെയ്യുക, നോക്കുക, എടുക്കുക, വെക്കുകയൊക്കെ ചെയ്യുക. ആണിനായാലും പെണ്ണിനായാലും കൊടുക്കുക. അതുമാതിരി തന്നെ കല്യാണത്തിൻ്റെ മുമ്പ് നിക്കാഹ് കഴിഞ്ഞ് ഒരു വർഷത്തേക്ക് കോഴിയെ ഉഴിഞ്ഞിടുന്ന മാതിരി 1 വർഷം 2 വർഷത്തേക്കും. തെക്കോട്ടൊന്നും അത്രയാൻ കണ്ടില്ല, ഇപ്പം ഈ വടക്കോട്ടാണ് കൂടുതലും. അപ്പോൾ എന്തുവാ, 2 വർഷത്തേക്ക് 1 വർഷത്തേക്ക് ഫോൺ കൊടുക്കുക. എൻ്റെ മക്കളൊക്കെ കെട്ടി ഒരു ഫോണും കൊടുത്തില്ല. അന്ന് ഫോണൊക്കെ ഉണ്ടായിരുന്നു, കൊടുത്തില്ല. നമ്മളാരും കൊടുത്തില്ല. കല്യാണം കഴിഞ്ഞിട്ടാണ് കൊടുത്തത്. 2 മാസത്തേക്കാണ് കിട്ടിയുള്ളൂ, എന്നിട്ടും കൊടുത്തില്ല. അപ്പോൾ ഞാൻ പറയട്ടെ, അപ്പോഴും ഫോൺ കൊടുക്കരുത്. പിന്നെ ആ വിളിയായി ഈ വിളിയായി. പിന്നെ കല്യാണം കഴിഞ്ഞാൽ എന്താ സംസാരിക്കാണ്ടാവുക? കല്യാണം സംസാരിക്കാണ്ടാവും. അതോടുകൂടി ആ ബന്ധം പോകുന്നുണ്ട്. എത്ര അടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് പോകണം. അപ്പോൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യുക. ഭയങ്കര ചുമയും ശ്വാസം മുട്ട് വെക്കുക. 2 ദിവസമായിട്ട് എടുത്തില്ലായിരുന്നു. അപ്പോൾ ഇത് എങ്ങനെയാണ് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. ഒരുപാട് ലൈക്ക് വേണം, സബ്സ്ക്രൈബ് വേണം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കണം കേട്ടോ. എന്നാൽ ശരി. എന്നാൽ നമ്മളത് പരിഹസിക്കണവരൊക്കെ ഉണ്ടാവും, അവർക്ക് അള്ളാഹു കൊടുത്തോട്ടാ. നമ്മൾ ദീനിയായ മാതിരിയൊക്കെ ചെയ്യണുള്ളൂ. അപ്പോൾ അതോടെ കൊണ്ട് എല്ലാവരും എന്നെ സഹായിക്കുക. എന്നാൽ ശരി. അസ്സലാമു അലൈക്കും.